ഞാൻ നമ്മുടെ പ്രിയദർശിനിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതിങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ പാറി പറന്നങ്ങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാറി പറന്ന് നടക്കുമ്പോൾ തന്നെ ഒബ്വിയസ്ലി സംഭവിക്കാവുന്ന കാര്യമാണ്, ഒരു ലോഡ് കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും ജനശ്രദ്ധ നേടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പ്രിയദർശിനിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെ ഒരുപാട് കമന്റ്സ് അതിന്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് കുറച്ചധികം കുറെ ആൾക്കാര് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്തോട്ട് പറയുന്നുണ്ട്. അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നി അതിനും ഒരു ക്ലാരിറ്റി ഞാൻ തരണം. കാരണം ഞാൻ ഇട്ടൊരു വീഡിയോനെ കുറിച്ചാണല്ലോ പറയുന്നത്. മാത്രമല്ല എന്റെ കുറച്ച് അഭിപ്രായങ്ങളും കൂടെ എനിക്ക് ആ ഒരു കാര്യങ്ങളിൽ പറയാനും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഭൂരിഭാഗം ആളുകളും പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ മുഖ്യമന്ത്രി വി സതീശന്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു ഈ പ്രിയദർശിനി എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു വാഗ്ദാനം. അതായത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളത്. അപ്പം ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കാൻ പറഞ്ഞ വാക്ക് നടത്തിയെടുക്കാൻ വേണ്ടി ഒന്നും ആലോചിക്കാതെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു, അങ്ങനെ ഒരു സംഭവം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു വരുമ്പം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ എടുത്ത ഈ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ BPL കാർഡ് നടക്കുന്ന, അല്ലെങ്കിൽ ഈ തോട്ടം തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഫ്രീ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഭയങ്കരമായ ഒരു ആശ്വാസമാണ് അത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, വളരെ തുച്ഛമായ വരുമാനമാണ് ഈ ഒരു തോട്ടം തൊഴിലാളികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ കിട്ടുന്നത്, ഞങ്ങൾ വയനാടുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെ കിട്ടുന്നതിൽ നിന്ന് ഒരു 2000-3000 വണ്ടിക്കൂലി തന്നെയായിട്ട് ഒരു മാസത്തിൽ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ പിന്നെ എന്നതാ ഉള്ളത്. അപ്പൊ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇതേപോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം നടത്തിയെടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത് തന്നെ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്, സാധാരണക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. അവിടെയാണ് അദ്ദേഹത്തിന് എടുത്ത ആ ഒരു തീരുമാനം. ആക്ച്വലി നമ്മൾ മലയാളികളുടെ ഒരു മെയിൻ സ്വഭാവം അദ്ദേഹം മറന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം മലയാളികളെ സംബന്ധിച്ചിട്ട് എന്ത് സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കമന്നടിച്ചങ്ങ് വീഴും. അപ്പൊ അതുപോലെ തന്നെ ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ മനുഷ്യന്മാരും ഇത്രയും നാളും ടൂ വീലറിന് പോയിക്കൊണ്ടിരുന്നവരും അല്ലാത്തവരും എല്ലാവരും കൂടെ ചേർന്ന് പ്രിയദർശനിയിൽ ഇങ്ങനെ അടിച്ച് കയറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടിയിരുന്നത് അർഹരായിട്ടുള്ള ആളുകളെ, അതായത് നമ്മുടെ ഈ പറഞ്ഞ BPL കാർഡ് ഉപയോഗിക്കുന്നവര്, പ്രായമുള്ളവര്, ഗർഭിണികള്, വിദ്യാർത്ഥികള്. അത് ആക്ച്വലി അതിനകത്ത് എനിക്ക് വേറൊന്നും കൂടെ പറയാനുള്ളത്, ഈ ലിംഗഭേദമന്യേ ആ ഒരു വാഗ്ദാനം നടത്താമായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത് എന്തിനാണ്? പുരുഷന്മാരും ഇപ്പം തുച്ഛമായ സാലറിയിലൊക്കെ കൂലിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്, പ്രായമുള്ള ചാച്ചന്മാരും ഒക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കും ഒരാശ്വാസം വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു അവതാരം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ സ്ത്രീകളും നല്ലപോലെ സെറ്റിൽഡ് ആണ്, നല്ല ജോബ് ചെയ്യുന്നവരാണ്, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ഉണ്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് വളരെയധികം ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷെ എന്നാലും ലിംഗഭേദമന്യേ ഈ ഒരു വാഗ്ദാനം കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ പ്രിയദർശിനി ബസ്സൊക്കെ കാണുമ്പോൾ, ഞാൻ ഈ ഒരു പ്രിയദർശിനിയെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഞാനിപ്പം ബസ് കാണുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യും കേട്ടോ. അപ്പൊ അതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം അത് മൊത്തത്തില് പ്രിയദർശിനി എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബസ്സായിട്ട് ഇപ്പൊ അങ്ങ് മാറിയിരിക്കുകയാണ്. ആക്ച്വലി അതും അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് ഫ്രീ യാത്ര പ്രിയദർശിനിയിലൂടെ നടത്തും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ ബസ് മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രിയദർശിനി ഇപ്പൊ കാണുമ്പോഴുണ്ടല്ലോ, അതിനകത്ത് വളരെ ചുരുക്കം പുരുഷന്മാരെ മാത്രമേ കാണാനുള്ളൂ. ആ പാവങ്ങളാണെങ്കിൽ നിന്നിട്ട് വരിക പോകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് എന്റെ ഫ്രണ്ടില് ഈ പ്രിയദർശിനി ബസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലോട്ട് നോക്കാൻ നേരത്ത് കുറെ ചേട്ടന്മാരിങ്ങനെ പുറകിൽ നിൽക്കുന്നു, ബാക്കി ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ സ്ത്രീകൾ അതിനകത്ത് ഇരിക്കുകയാണ്.
അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. സത്യം പറഞ്ഞാൽ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? മുതിർന്നവർക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്, ഗർഭിണികൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. അപ്പൊ അങ്ങനെ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളത് അത് തന്നെ കൊടുക്കുക. പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ സീറ്റെങ്കിലും കൊടുക്കുക. ഇത് അതും കൂടെ സ്ത്രീകൾ കയ്യേറിയൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ അവരെ തന്നെ പറയിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനും ആ ഒരു സ്ത്രീയിൽ പെട്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല? തങ്ങൾ അർഹരാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ് വേണ്ടത്. അപ്പം വി ഡി സതീശൻ, അത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എടുത്ത ഒരു തീരുമാനം ഒരിക്കലും തെറ്റല്ലാതെ ആവശ്യമാണ്. അത് അർഹരായവർക്ക് ആവശ്യമായിരുന്നു. അനർഹരായവരുടെ കൈകളിലോട്ട് അത് എത്തിയതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തി അതങ്ങ് നടത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ എടുത്തുചാട്ടമായിരുന്നു എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി അത് അന്തസ്. അതായത് ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ഒരു വാഗ്ദാനം നടത്തിയിട്ട് അത് നടത്തിയെടുത്ത എത്ര നേതാക്കളെ നിങ്ങൾക്കറിയാം? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതായാലും വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു. ഞാൻ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പാലിച്ചു. അതാണ് മാന്യത. അത് നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നതാണെങ്കിൽ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, അദ്ദേഹം അത് നടപ്പിലാക്കിയതും ഒരു മാതൃകയായിരിക്കണം. ഇനി വരുന്ന നേതാക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും നമ്മളൊരു വാക്ക് പറഞ്ഞ പാലിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ തീരുമാനം തെറ്റായിരുന്നോ എന്നോ അല്ലെങ്കിൽ എടുത്തുചാട്ടമായിരുന്നോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം എടുത്തുചാട്ടമായിരുന്നോ എന്നൊക്കെ ഞാനും പറയും കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും ഒന്ന് ചിന്തിക്കണമായിരുന്നു. മലയാളികളുടെ സ്വഭാവം ശരിക്കും ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പം KSRTC നഷ്ടത്തിലോടാൻ പോകുന്നു എന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, നഷ്ടത്തിലോടാൻ പ്രൈവറ്റ് ബസ്സുകാരാണെങ്കിൽ വഴിമുട്ടി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഈ വളരെ കുറച്ച് മാത്രം ആൾക്കാർക്ക്, പാവങ്ങളപ്പെട്ടവർക്ക് മാത്രമായിട്ട് അത് പോവായിരുന്നെങ്കിൽ ആരെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാരെയും ബാധിക്കുന്നില്ല. KSRTC കടബാധ്യതയിലോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കുറച്ച് അടുത്തത്, അപ്പൊ അതവിടെ തീർന്നു. അടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ, അതായത് ഈ അർഹരായവരെ അനർഹരായവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ, കുടുംബചരിത്രം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. ആക്ച്വലി അതില് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാനൊക്കെ പണ്ട് ഡിഗ്രിക്ക് പഠിക്കാൻ നേരത്തെ KSRTC-യിലായിരുന്നു യാത്ര. ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു പാസ് ഉണ്ടായിരുന്നു, KSRTC പാസ്. ആ പാസ് അത് വിദ്യാർത്ഥികളാണെന്ന് നമുക്ക് കൺസെഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്സാണത്. അപ്പൊ അതുപോലെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ യോഗ്യത കാണിച്ചിട്ട് ഇപ്പൊ ഡിപ്പോയിലൊക്കെ പോയിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ ഡിപ്പോകൾ ഉണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ആ ഡിപ്പോയിലൊക്കെ പോയിട്ട് നമ്മള് ഈ ഇങ്ങനത്തെ ഒരു കാർഡ് കിട്ടുക. അതായത് ഈ അർഹരായ വ്യക്തികൾക്ക്, ഇപ്പൊ എല്ലാ നല്ല പോലെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ ഫ്രീ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പം അർഹരായവർ ആരാന്നുള്ളത് ഈ പറയുന്ന സർക്കാരിനെ ബോധ്യപ്പെടുക, അല്ലെങ്കിൽ ഡിപ്പോയിൽ പോയിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഒന്നിച്ച് ട്രാവൽ ചെയ്യാനുള്ള കാർഡ് കൊടുക്കുക. അപ്പൊ ഓരോ ദിവസം ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടിക്ക് കൊടുക്കുക. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പാസ്സൊക്കെ കിട്ടിയിട്ട് കിട്ടുമ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ വെറുതെ അല്ല, അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് കാണണം. അത് എത്ര വരുമാനം വ്യക്തിക്ക് കിട്ടുന്നുണ്ടെന്ന് കാണണം. പിന്നെ അതുപോലെ നമ്മുടെ റേഷൻ കാർഡിനെ അങ്ങനത്തെ ഓരോന്നൊക്കെ വീട്ടിലിപ്പം സുഖമില്ലാതെ എല്ലാവരും ഇങ്ങനെ അധ്വാനിക്കാൻ വയ്യാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പരിഗണന കൊടുക്കേണ്ടവർക്ക് മാത്രം കൊടുക്കുക. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാർഡ് കാണിക്കുന്നവർക്ക് മാത്രം ഫ്രീ, ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു പരിപാടി ചെയ്താൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ എതിർപക്ഷം പ്രതിപക്ഷം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പം അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി എതിർഭാഗം അവിടെ മനോഹരമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പ്രിയദർശിനിനെ പറ്റിയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞപ്പം എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നെ, അതായത് ഞാൻ വലതുപക്ഷത്തിന് എതിരായിട്ട് ഒരു കാര്യം സംസാരിച്ചു. അപ്പം അതായത് വലതുപക്ഷം ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കിയതിനെ ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടാൻ വേണ്ടി നോക്കിയിരുന്ന ഇടതുപക്ഷക്കാരെല്ലാരും കൂടെ ചേർന്ന് എന്റെ കമന്റ് ബോക്സിൽ എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ്. ഞാനൊരു വലതുപക്ഷ എതിരാളിയാണ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എന്നെ സ്നേഹിക്കാൻ വേണ്ടി കുറെ ഇടതുപക്ഷക്കാര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വിളയാടുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണം തോന്നി കേട്ടോ. ആക്ച്വലി ഞാൻ ഒരു വലതുപക്ഷ അനുഭാവിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയോ അല്ല. ഞാൻ
ഒരു നേതാവിന് ഞാൻ വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തി മാത്രം നോക്കിയിട്ട് വോട്ട് കൊടുക്കുന്ന ആളാണ്. അത് ചിലപ്പം ഇടതുപക്ഷമാകാം അല്ലെങ്കിൽ വലതുപക്ഷമാകാം. എന്നെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൊട്ടിയൂര് അല്ലെങ്കിൽ ചുമക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൊച്ചു കുഞ്ഞും പറയും എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വലതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അതായത് UDFന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടുകാരും മൊത്തം. അത് എല്ലാവർക്കും അറിയാം. അതെനിക്കിവിടെ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നതിൽ ഒരു നാണക്കേടോ ഒന്നുമില്ല. കാരണം അവരൊക്കെ അത്രയധികം വലതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് അല്പം തലതിരിഞ്ഞു പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പാർട്ടി നോക്കി അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മൊത്തം UDF ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നേ വരെ ഞാൻ UDFന് മാത്രമായിട്ട് ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തി ഞാൻ അന്വേഷിക്കും. എനിക്ക് അറിയില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഞാൻ അന്വേഷിക്കും. ഒരു എങ്ങനെയാണ് ജനങ്ങളിൽ ശരിക്കും ഒരു ജനസേവകനാണോ അല്ലെങ്കിൽ ജനസേവകയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാറുള്ളൂ. അതിപ്പം LDF ആണെന്നുണ്ടെങ്കിൽ LDFിലാണ് നല്ല പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ഞാൻ LDFന് കൊടുക്കും. UDFനാണ് ചെയ്യുന്നതെങ്കിൽ UDFന് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇടതുപക്ഷത്തിനെയും വിമർശിക്കാം, വലതുപക്ഷത്തിനെയും വിമർശിക്കാം. കാരണം ഞാൻ എവിടെയും സ്ഥിരമായി നിൽക്കുന്ന ആളല്ല. വ്യക്തികളെ മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പം തെറ്റാര് ചെയ്തെന്ന് തോന്നിയാലും അല്ലെ ശരിയല്ലായ്മയാന്ന് തോന്നിയാലും എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾ. അപ്പൊ അതുകൊണ്ട് തന്നെ UDF ഒരു കാര്യം ചെയ്തു, അതുകൊണ്ട് UDFന് സപ്പോർട്ട് ചെയ്ത് മാത്രം നിന്നേക്കാം എന്നുള്ള ഇതില്ല. അവര് ചെയ്തത് ശരിയല്ല, ഒരു പ്രവൃത്തി നടപ്പാക്കിയത് കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാം. എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള റൈറ്റും എനിക്കുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരു പൊളിറ്റിക്സിനെ എടുത്തിട്ടതോ ഒരു പാർട്ടീനെ വിമർശിക്കാനോ ഒന്നും ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടില്ല. പ്രിയദർശിനി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഒരു ചെറിയൊരു പോരായ്മ ഞാൻ ചൂണ്ടിക്കാട്ടി. അത് ഞാൻ ഇനിയാണെങ്കിലും പറയും. പറയേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. അല്ലാതെ ഒരു പാർട്ടീനെതിരെ പറയുന്നു, ദയവ് ചെയ്ത ഒരു പാർട്ടിയുമായിട്ട് തന്നെ ഇതിനകത്ത് ബന്ധപ്പെടുത്തരുത്. പൊതുവെ എനിക്ക് പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതിനകത്തോട്ട് പൊളിറ്റിക്സ് ദയവ് ചെയ്ത് എന്നെയും കൂടെ നിങ്ങൾ വലിച്ചിടാൻ ശ്രമിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ചപ്പോൾ കുറച്ചും കൂടെ ചിന്തിക്കാമായിരുന്നു. കുറച്ചും കൂടെ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം കാലം മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ നിർത്താൻ സാധ്യതയുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകാർ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരും അവരുടേതായ പ്രതിഷേധങ്ങളും കാര്യങ്ങളും വരുന്നു. ഇത് സ്ത്രീകളെല്ലാരും കൂടെ ഇങ്ങനെ ഇടിച്ചു കയറി പോയി കഴിയുമ്പോഴത്തേക്കും പുരുഷന്മാരെന്ത് ചെയ്യും എന്ന് അറിയത്തില്ല. ഇത് അധികം കാലം മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. പിന്നെ സർക്കാർ ഇനി വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ഈ പദ്ധതിയിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് ഞാനൊരു ന്യൂസ് ഞാൻ കണ്ടു. ഇവിടെ കുറ്റ്യാടി ഭാഗത്തിലോട്ട് സ്ത്രീകളെല്ലാരും എണ്ണയും തേങ്ങയും വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി വരെ ഫ്രീ ആയിട്ട് സ്ത്രീകളെല്ലാരും കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഒരു നമ്മുടെ വിനോദയാത്ര നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണോ നമ്മുടെ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എല്ലാവരും ടൂർ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്താണിത്? ഇത് ആവശ്യക്കാർ എത്രയോ ആൾക്കാരുണ്ട്. നമ്മളിപ്പം അത്യാവശ്യത്തിന് നമ്മളിപ്പം പുരുഷന്മാരാണ് തന്നെ അവരുടെ കാര്യം ചിന്തിക്കുക. അവരൊന്ന് പെട്ടെന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി അവരൊരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം ബസ് ഫുൾ ആൾക്കാരായിരിക്കും. അപ്പൊ അവര് അടുത്ത വണ്ടി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ഇവർ ഈ കിട്ടുന്ന ഈ പ്രിയദർശിനി കയറാമെന്ന് വിചാരിച്ചിരുന്ന അതിനകത്ത് കാല് കുത്താനുള്ള ഇടയുണ്ടാവൂല. വണ്ടിക്കൂലി സ്ത്രീകൾ മൊത്തം കൈക്കലാക്കി. ഇപ്പം പ്രിയദർശിനി എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ബസ്സായിട്ട് അങ്ങ് മാറിയിരിക്കുവാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ആരെങ്കിലൊക്കെ ഇതൊന്ന് മാറി ചിന്തിച്ച് ഒരു മോഡിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ദയവ് ചെയ്ത് അത് അർഹരായവരുടെ കൈകളിൽ മാത്രം എത്തുക. ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സംവിധാനത്തിനെ നമ്മൾ സർക്കാരായിട്ട് തന്നെ ഇടവരുത്തരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അത്ര മാത്രമേ ഇപ്പൊ നിലവിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. എൻ്റെ കുറച്ചും കൂടെ അഭിപ്രായങ്ങൾ ഞാൻ തന്നു കഴിഞ്ഞു.